Hello and welcome to the new video. So in this video, I'll be discussing about methods to improve string efficiency. The last videos നമ്മൾ string efficiency വരെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ മുന്നേ potential distribution over suspension insulator string പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഓരോ സ്ട്രിങ്ങിൽ വരുന്ന എന്താ പറയുക നമ്മുടെ ഡിസ്കിന് അക്രോസിലെ വോൾട്ടേജുകൾ യൂണിഫോം അല്ല. അതിനുള്ള കാരണം രണ്ട് ടൈപ്പ് കപ്പാസിറ്റൻസുകളാണെന്ന് പറഞ്ഞു. സെൽഫ് കപ്പാസിറ്റൻസും ഷണ്ട് കപ്പാസിറ്റൻസിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് വരുമ്പോൾ ഇതിന് അക്രോസിലെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയി ഏറ്റവും താഴെയുള്ള കണ്ടക്ടറിനോട് അടുത്തുള്ള ഡിസ്കിൻ്റെ അക്രോസിലെ വോൾട്ടേജ് ഇപ്പോൾ ഈ കേസിൽ V3 എന്ന് പറയുന്നത് വളരെ ഹൈ ആണെന്നും അത് പങ്ക്ചർ ആവാൻ ആ ഡിസ്ക് പങ്ക്ചർ ആവാനുള്ള ഇഷ്യൂ വരുന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ബേസിൽ നമ്മളൊരു എക്സ്പ്രഷൻ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ് ഡിവൈഡഡ് ബൈ n ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ഡിസ് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ. അപ്പോൾ അത് മാക്സിമം ആവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് യൂണിഫോം ആണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഇത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഈ സ്ട്രിങ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ക്രോസ് ആം ആണ്. ഈ ടവറിൻ്റെ ക്രോസ് ആം ആണ്. ആ ക്രോസ് ആമിൽ ഡിഫറെൻറ്റ് ഡിസ്കുകൾ സീരീസ് ആയി താഴേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ 1 2 3 4 വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ മെറ്റാലിക് കോണ്ടാക്ട്സ് വരുന്നു. ഇപ്പോൾ ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ടൈപ്പ് കപ്പാസിറ്റൻസ്, അതായത് നമ്മൾ സെൽഫ് അല്ലെങ്കിൽ മ്യൂച്വൽ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ഇത് നമ്മുടെ ഷണ്ട് കപ്പാസിറ്റൻസ് ആണ്, ബിറ്റ്വീൻ ടവർ വരുന്നതാണ്. ഓക്കെ, ഇവിടെ if the insulation of the highest stressed insulator that is nearest to the conductor breaks down, ഇപ്പോൾ ഇതിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് വിചാരിക്കുക. ഇൻസുലേഷൻ ഓഫ് ദ ഹയസ്റ്റ് സ്ട്രെസ്ഡ് ഇൻസുലേറ്റർ, നമ്മൾ ഏറ്റവും താഴത്തെ ഡിസ്കിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? or flash over takes place, breakdown of the other units will take place in succession. അപ്പോൾ ഇത് അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തു. പിന്നെ അപ്പോൾ ഇയാളെ കൊണ്ട് പറ്റാണ്ടാകുമ്പോൾ അടുത്ത ആൾ അത് ആ വോൾട്ടേജ് ആ സ്ട്രെസ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആവും. അതങ്ങനെ ഒരു ക്യുമുലേറ്റീവ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ അവിടുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് ഏറ്റവും താഴെ ലൈനാണ്. ദ മാക്സിമം വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദ ഇൻസുലേറ്റർ നിയറസ്റ്റ് ടു ദ ലൈൻ കണ്ടക്ടർ ആൻഡ് ഡിക്രീസസ് പ്രോഗ്രസീവ്ലി ആസ് ദ കണ്ടക്ടർ ആസ് ദ ക്രോസ് ആം ഈസ് അപ്രോച്ച്, അല്ലേ? ക്രോസ് ആമിലേക്ക് പോകുന്നതോറും കുറയും എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്ലാഷ് ഓവർ എങ്ങാനും കാരണം ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും സക്സഷനിൽ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ദിസ് നെസസിറ്റേറ്റ്സ് ടു ഈക്വലൈസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ വാരിയസ് യൂണിറ്റ്സ് ഓഫ് ദ സ്ട്രിങ്, ദാറ്റ് ഈസ് ടു ഇംപ്രൂവ് ദ സ്ട്രിങ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പറ്റാവുന്നിടത്തോളം ഈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് എഫിഷ്യൻസി എന്നുള്ളൊരു സംഭവം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. സോ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് ലോങ്ങർ ക്രോസ് ആം. സോ ഈ ക്രോസ് ആമിൻ്റെ ലെങ്ത്ത് അങ്ങോട്ട് കൂട്ടുക. സോ ലെങ്ത്ത് അങ്ങോട്ട് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, വാല്യൂ ഓഫ് സ്ട്രിങ് എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് കെ. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഏറ്റവും അവസാനം 3 പോയിന്റിൽ പറഞ്ഞതാണ്, കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രിങ് എഫിഷ്യൻസിയുടെ വാല്യൂ കൂട്ടാം. ദാറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഷണ്ട് കപ്പാസിറ്റൻസ് ടു മ്യൂച്വൽ കപ്പാസിറ്റൻസ്. സോ ദ ലെസ്സർ ദ വാല്യൂ ഓഫ് കെ, ദ ഗ്രേറ്റർ ഈസ് ദ സ്ട്രിങ് എഫിഷ്യൻസി. കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക, കുറയാണ് സംഭവിക്കുക സ്ട്രിങ് എഫിഷ്യൻസിക്ക്. സോ കെ നമുക്ക് കുറയ്ക്കാൻ, ദ ലെസ്സർ ദ വാല്യൂ ഓഫ് കെ ദ ഗ്രേറ്റർ ഈസ് ദ സ്ട്രിങ് എഫിഷ്യൻസി. ഇപ്പോൾ കെയുടെ വാല്യൂ ലെസ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്ട്രിങ് എഫിഷ്യൻസി നമുക്ക് അവിടെ കൂടുന്നത്. ഓക്കെ, സോ ദ വാല്യൂ ഓഫ് കെ ക്യാൻ ബി ഡിക്രീസ് ബൈ റെഡ്യൂസിങ് ദ ഷണ്ട് കപ്പാസിറ്റൻസ്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് കപ്പാസിറ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ടവറും മെറ്റൽ ഫിറ്റിങ്ങും തമ്മിലുള്ള കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കുറയ്ക്കുക. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അവിടെ കൂട്ടുക എന്നുള്ളതാണ്. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഷണ്ട് കപ്പാസിറ്റൻസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഫ്രം ടവർ മസ്റ്റ് ബി ഇൻക്രീസ്, ദാറ്റ് ഈസ് ലോങ്ങർ ക്രോസ് ആംസ് ഷുഡ് ബി യൂസ്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോങ്ങർ ക്രോസ് ആംസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടായിരുന്നുള്ളൂ? അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഈ സ്ട്രിങ് എഫിഷ്യൻസി എന്നുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ നമ്മളുടെ കെ ആണ്, അല്ലേ? ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമായിരുന്നു, കെ ഈക്വൽ ടു എന്താ ഷണ്ട് കപ്പാസിറ്റൻസ് C1/C ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ടു റെഡ്യൂസ് കെയുടെ വാല്യൂ നമുക്ക് ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് കുറയ്ക്കുക? C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാ ഷണ്ട് കപ്പാസിറ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് തമ്മിലുള്ള ഈ ഒരു സ്പേസിങ്, ഈ ഡിസ്റ്റൻസ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച്
എന്ത് സംഭവിക്കും, നമ്മുടെ C1 കുറഞ്ഞ് വരും. ഇപ്പോൾ ക്രോസ് ആമിൻ്റെ ലെങ്ത്ത് കൂട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷേ ആ ക്രോസ് ആമിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ടവർ. അത് നീളും തോറും ടവറിൻ്റെ സ്ട്രെങ്ത്തിലും പ്രശ്നം വരും. നമുക്ക് പിന്നെ എക്കണോമിക്കൽ ഇഷ്യൂസും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ പ്രാക്ടീസ് മാക്സിമം K പോകാൻ പറ്റുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഈക്വൽ ടു എന്താ പറയുക 0.1 വരെ നമുക്ക് ഓക്കെ ആണ്. ഈ മെത്തേഡ് നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. Then second is by grading the insulator. By grading the insulator. That is, in this method, insulators of different dimensions are chosen. അപ്പോൾ ഇൻസുലേറ്റർ എന്താ സെയിം ആയിട്ട് സിമിലർ ഡയമെൻഷൻസ് അല്ല ചൂസ് ചെയ്യുന്നത്, അതിന് പകരം ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈച്ച് ഡിസ്ക് ഹാസ് ഡിഫറെൻറ്റ് കപ്പാസിറ്റൻസ്. ഇപ്പോൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റൻസും അതിനനുസരിച്ച് വ്യത്യാസം വരും. സോ ദ ഇൻസുലേറ്റേഴ്സ് ആർ കപ്പാസിറ്റൻസ് ഗ്രേഡഡ്. കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ് ആണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. സോ ബൈ ഗ്രേഡിംഗ് ദ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. സോ ആ ഗ്രേഡിംഗ് ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. സോ ഇൻസുലേറ്റേഴ്സ് ആർ capacitance graded. That is, they are assembled in the string in such a way that top unit has minimum capacitance. Top unit in minimum capacitance and increasing progressively as the bottom unit, that is nearest to the conductor, is reached. Since voltage is inversely proportional to capacitance, this method tends to equalize the potential distribution across each unit in the string. ഇപ്പോൾ ടോപ്പ് യൂണിറ്റിന് മിനിമം കപ്പാസിറ്റൻസ് വരത്തക്ക രീതിയിൽ, ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ കപ്പാസിറ്റൻസ് C1, ഇത് C2, C3, C4 എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ C1 എന്ന് പറയുന്നതായിരിക്കും നമ്മൾ എന്താ മിനിമം ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അത് താഴേക്ക് പോകും തോറും കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താ പറയുക കൂടി കൂടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും താഴെയുള്ളതിന് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റൻസ്. അപ്പോൾ അത് ഇൻവേഴ്സ്ലി ആണ് വോൾട്ടേജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അവിടെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. സോ ദിസ് മെത്തേഡ് ഹാസ് ദ ഡിസഡ്വാൻറ്റേജ് ദാറ്റ് എ ലാർജ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സൈസ്ഡ് ഇൻസുലേറ്റേഴ്സ് ആർ റിക്വയർഡ്. അപ്പോൾ എല്ലാം സിമിലർ അല്ല. കപ്പാസിറ്റൻസ് മാറ്റാൻ വേണ്ടി എന്താ പറയുക നമ്മൾ അവിടെ ഡിസ്കിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ മാറ്റണം. അപ്പോൾ നമുക്ക് പല ഡയമെൻഷനിലുള്ള ഡിസ്കുകളുടെ ആവശ്യം വരും. പക്ഷേ ദ ഗുഡ് റിസൾട്ട്സ് ക്യാൻ ബി ഒബ്റ്റൈൻ ബൈ യൂസിങ് standard insulators for most of the string and larger units for the near to the line conductor. അപ്പോൾ ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഇതുവരെയുള്ള സാധനങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കോൺഫിഗറേഷൻ എടുത്ത് ബാക്കി ഇവിടേക്ക് ഏറ്റവും അവസാനം വരുന്നതിൻ്റെ മാത്രമാണ് നമ്മളൊന്ന് കൂട്ടി വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിൻ്റെ മൊത്തം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു മെത്തേഡാണ് ബൈ യൂസിങ് ഗാർഡ് റിംഗ്. ഓക്കെ, സോ ഗാർഡ് റിംഗ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ഇത് വരുന്നത് നമുക്ക്. ഇപ്പോൾ ഗാർഡ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് യൂണിറ്റ് ഇൻ എ സ്ട്രിങ് ക്യാൻ ബി ഈക്വലൈസ്ഡ് ബൈ യൂസിങ് എ ഗാർഡ് റിംഗ് which is a metal ring electrically connected to the conductor and surrounding the bottom insulator. ഇപ്പോൾ ഈ കാണുന്ന ഒരു സാധനമാണ് ഗാർഡ് റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ എഴുതിയ കമൻറ്റുകളാണ് അവിടെ നിൽക്കുന്നത്, നോക്കണ്ട. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഗാർഡ് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള എവിടെയാണ്, നമ്മുടെ കണ്ടക്ടറിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഇതിനെ സറൗണ്ട് ചെയ്യുന്ന പോലത്തെ രീതിയിലാണ്, ഈ ഒരു രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഗാർഡ് റിംഗ് ഇൻട്രൊഡ്യൂസസ് അഡീഷണൽ കപ്പാസിറ്റൻസ്. ഇപ്പോൾ ഇത് വീണ്ടും ഒരു മെറ്റൽ അവിടെ വന്നു. അപ്പോൾ വീണ്ടും ഈ മെറ്റൽ ഫിറ്റിങ്ങും ഈ ഗാർഡറിങ്ങും തമ്മിൽ കുറച്ച് കപ്പാസിറ്റൻസുകൾ വീണ്ടും വരും. അപ്പോൾ അഡീഷണൽ കറണ്ടുകൾ, ഇപ്പോൾ I2 ഡാഷ് I3 I1 ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കറണ്ടുകൾ അവിടെ വരാം. ഇപ്പോൾ അത് കാരണം വേറെ കപ്പാസിറ്റൻസ് C2 C3 എന്നൊക്കെ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. സോ ദ ഗാർഡറിംഗ് ഇൻട്രൊഡ്യൂസസ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ മെറ്റൽ ഫിറ്റിംഗ്സ് ആൻഡ് ദ ലൈൻ കണ്ടക്ടർ ആൻഡ് ദ ഗാർഡറിംഗ് ഈസ് കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഷണ്ട് കപ്പാസിറ്റൻസ് കറൻസ് ഏതാ ഈ കാണുന്ന കറണ്ടുകൾ, ഷണ്ട് കപ്പാസിറ്റൻസ് കറൻസ് I1 I2 എക്സിട്ര ആർ ഈക്വൽ ടു ദ മെറ്റൽ ഫിറ്റിംഗ് ലൈൻ കപ്പാസിറ്റൻസ് കറണ്ട്. അപ്പോൾ അതും ഈ കറണ്ടുകളും I1 ഡാഷ് I2 ഡാഷ് എന്ന് പറയുന്ന സംഭവങ്ങളും ഈക്വൽ ആകത്തക്ക രീതിയിൽ ആണ് നമ്മളവിടെ ഗാർഡറിംഗ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, അവിടെ ബാലൻസ് ചെയ്യും. സോ ദ റിസൾട്ട് ഈസ് ദ സെയിം ചാർജിങ് കറണ്ട് I ഫ്ലോസ് ത്രൂ ഈച്ച് യൂണിറ്റ് ഓഫ് സ്ട്രിങ്സ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഇത് ഈ വരുന്നതും പോകുന്നതും സെയിം ആണ്. അപ്പോൾ ഈ ഒരു കറണ്ട് അവിടെ യൂണിഫോം ആയിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കും. I ആണെങ്കിൽ I തന്നെയാണ് ഇതിൽ നമുക്ക് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കറണ്ടിനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെയിം ആക്കാൻ പറ്റും. കോൺസിക്വൻ്റ്ലി ദർ വിൽ ബി
യൂണിഫോം പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഈച്ച് യൂണിറ്റ്. അപ്പം അങ്ങനെ നമുക്ക് യൂണിഫോം പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ കറണ്ടുകളെ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. I1 ഈക്വൽ ടു I1 ഡാഷ്, അത് ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് അതിനെ ഈക്വൽ ആക്കുക. ഓക്കെ, I2 ഈക്വൽ ടു I2 ഡാഷ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാപിറ്റൽ കറണ്ടുകൾ എഴുതുന്നു, ക്യാപിറ്റൽ I1, ക്യാപിറ്റൽ I2, ക്യാപിറ്റൽ I3 എന്നൊക്കെ എഴുതിയതൊക്കെ എന്തായി മാറും? സെയിം ആയി മാറും. അപ്പോൾ ആ കറണ്ട് അവിടെ സെയിം ആവും. അപ്പോൾ അത് വരുമ്പോൾ എന്ത് കിട്ടും? V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V3 എത്രയാണോ വരുന്നത് അത് നമുക്ക് ഓൾമോസ്റ്റ് V1 ബൈ എത്ര സ്ട്രിങ് ആണെങ്കിൽ ബൈ എന്നുള്ള രീതിയിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്.